എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകൾക്കും അതുപോലെ തന്നെ കമോഡിറ്റി മാർക്കറ്റുകൾക്കെല്ലാം തന്നെ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ പല മാർക്കറ്റുകളിലും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അമേരിക്കയിലെ ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P 500, റസൽ 2000 ഇൻഡെക്സ്, ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈന് താഴെയാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 ഇൻഡെക്സ് ആണ് വീണ്ടും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് വെള്ളിയാഴ്ച റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ജർമ്മൻ ഡാക്സ്, അതുപോലെ തന്നെ UK FTSE 100, ഒപ്പം ഫ്രാൻസിൽ CAC, ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈനടുത്തൊക്കെ എത്തിയിരുന്നു. FTSE 100 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ജർമ്മൻ ഇൻഡെക്സ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു, അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ്. ഇനി ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ ജാപ്പനീസ് മാർക്കറ്റ് ഇൻഡെക്സുകൾ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൗത്ത് കൊറിയൻ മാർക്കറ്റും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ്. അതേസമയം ചൈനയിൽ പല ഇൻഡെക്സുകളും 11 ഇയർ ഹൈ, 4 ഇയർ ഹൈയിലൊക്കെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചിപ്പ് റിലേറ്റഡ്, AI റിലേറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റുകളിൽ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സൗത്ത് കൊറിയയിൽ, അതുപോലെ തന്നെ ചൈനയിൽ, ജപ്പാനിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ, ഈ കമോഡിറ്റികളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അലുമിനിയം പുതിയ 4 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. സിങ്ക് 3 ഇയർ ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഒപ്പം ബ്രന്റ് ക്രൂഡ് ഓയിലും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ സിൽവർ $94 പെർ ഔൺസ് വരെയൊക്കെ ഉയർന്നിരുന്നു. അതിനുശേഷം നല്ല വൊളാറ്റിലിറ്റി ഒക്കെയാണ് കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ളത്. അതേസമയം സിൽവർ ക്ലോസ് ചെയ്തിരിക്കുന്നത് $90 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച. ഒപ്പം ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന $4596 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡും ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോപ്പർ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കോപ്പറിൽ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ അലുമിനിയത്തിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണുന്നത്. സിങ്കിൽ മാത്രമാണ് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഇല്ലാത്തത്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലൊരു മുന്നേറ്റമൊക്കെ നടത്തിയിരുന്നു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളാവുമോ എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ. പക്ഷേ അമേരിക്കയും ഇറാനും തമ്മിൽ കഴിഞ്ഞ ആഴ്ചയിൽ കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷനും വന്നിട്ടില്ല. അതേസമയം ട്രംപ് ഇറാനെ ആക്രമിക്കുന്ന കാര്യം തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു സെൽ ഓഫ് കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും $64 പെർ ബാരലിനാണ് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ഗ്യാസ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 90.64 രൂപ പെർ ഡോളറാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ റുപ്പി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പൊതുവെ ഗ്ലോബൽ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ. ഇനി അമേരിക്കൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആണ് ടെക്നോളജി സ്റ്റോക്കുകളിൽ കണ്ടിട്ടുള്ളത്. അതേസമയം മെമ്മറി ചിപ്പുകൾ, സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി, അതുപോലെ തന്നെ NAND ഫ്ലാഷ് മെമ്മറി, ഒപ്പം ഹൈ ബാൻഡ് വിഡ്ത്ത് മെമ്മറി, ഈ മെമ്മറി ചിപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന, മെമ്മറി സർക്യൂട്ടുകളൊക്കെ ഉണ്ടാകുന്ന കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസസ് അമേരിക്കയിലും സൗത്ത് കൊറിയയിലും ചൈനയിലൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സാംസങ് ആണ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടാക്കുന്ന കമ്പനികളിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ സൗത്ത് കൊറിയയിലെ തന്നെ SK ഹൈനിക്സും ഓൾമോസ്റ്റ് ഈക്വൽ മാർക്കറ്റ് ഷെയറാണ്. അത് കഴിഞ്ഞാൽ മൈക്രോൺ ആണ് കൂടുതൽ മാർക്കറ്റ് ഷെയറിൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയിൽ. AI റിലേറ്റഡ് ഹാർഡ്വെയറുകളൊക്കെ
വലിയ രീതിയിൽ ആവശ്യമായിട്ട് വരുമ്പോൾ മെമ്മറി വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മെമ്മറി സർക്യൂട്ടുകളും ചിപ്പുകളും ഉണ്ടാക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കിന് വലിയ ഡിമാൻഡാണ്. മൈക്രോൺ അമേരിക്കയിൽ വെള്ളിയാഴ്ച വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സാംസങ് അതുപോലെ തന്നെ SK ഹൈനിക്സ് ഒക്കെ കഴിഞ്ഞ ആഴ്ചയിൽ സൗത്ത് കൊറിയയിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കമ്പ്യൂട്ടറുകളിലൊക്കെ ഹാർഡ് ഡിസ്ക് ആവശ്യമാണ്. അപ്പോൾ ഹാർഡ് ഡിസ്ക് മാനുഫാക്ചേഴ്സ് ഉണ്ട്, സീഗേറ്റ് ടെക്നോളജീസ്, അതുപോലെ തന്നെ വെസ്റ്റേൺ ഡിജിറ്റൽ. ഈ രണ്ട് കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസസും കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മെമ്മറി ചിപ്പുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് നല്ല കാലം തന്നെയാണ്. 2025 AI റിലേറ്റഡ് സ്പെൻഡിങ് വന്നിരിക്കുന്ന $1.5 ട്രില്യൺ ആണ്. അതോടൊപ്പം തന്നെ 2026 എക്സ്പെക്ട് ചെയ്യുന്ന $2 ട്രില്യൺ ആണ്. അപ്പോൾ ധാരാളം മെമ്മറി ആവശ്യമാണ് വലിയ സെർവേഴ്സിന്, അതുപോലെ തന്നെ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകളിലൊക്കെ ഇത്തരത്തിലുള്ള മെമ്മറി ചിപ്പുകൾ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാംസങ്, SK ഹൈനിക്സ്, മൈക്രോൺ, സീഗേറ്റ്, വെസ്റ്റേൺ ഡിജിറ്റൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വീണ്ടും വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ ക്യാപിറ്റൽ എക്യുപ്മെൻ്റ് ഉണ്ടാക്കുന്ന ASML, ഡിസ്കോ ഇത്തരത്തിലുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളും അമേരിക്കയിലും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ വീണ്ടും വലിയ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള മുന്നേറ്റം ഈ സ്റ്റോക്കുകളിലൊക്കെ പ്രതീക്ഷിക്കാം. കാരണം മെമ്മറി കപ്പാസിറ്റി വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് ധാരാളം ഓർഡേഴ്സ് കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ പൊതുവെ സെലക്റ്റീവ് ആയിട്ട് AI റിലേറ്റഡ് സെക്ടറുകളിലുള്ള ഇത്തരത്തിലുള്ള കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് നമ്മൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ AI റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ തന്നെയാണ് വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചൈനയിലത്തെ പല ഡിസിഷൻസ് നോക്കുകയാണെങ്കിൽ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ ലൊക്കേഷൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതായത് എക്സ്ചേഞ്ച് സെർവറുകളുടെ അടുത്ത് വലിയ ബ്രോക്കേഴ്സിൻ്റെ സെർവറുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങിന് അലോ ചെയ്തിരുന്ന സിസ്റ്റം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലും അത്തരത്തിലുള്ള ലൊക്കേഷനൊക്കെ ഉണ്ട്. ധാരാളം കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് ജാനെ സ്ട്രീറ്റ് പോലുള്ള ഗ്ലോബൽ ഫേമുകളൊക്കെ വലിയ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് കാശുണ്ടാക്കി പോയിരിക്കുന്നു എന്നുള്ളൊരു അലവേഷനൊക്കെ വന്നിരുന്നു. ജാനെ സ്ട്രീറ്റിന് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. സിറ്റാഡൽ സെക്യൂരിറ്റീസ് ജാനെ സ്ട്രീറ്റൊക്കെ വീണ്ടും ചൈനയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് ഡിസിഷൻ വളരെ നെഗറ്റീവാണ്. അതേസമയം ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ പറഞ്ഞിരിക്കുന്നത് സാധാരണ ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ വലിയ ഇൻവെസ്റ്റേഴ്സിനും ലെവൽ പ്ലേയിങ് ഫീൽഡാണ് ചൈന ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങിന് അതുപോലെ തന്നെ കോലൊക്കേഷനൊന്നും തന്നെ ചൈന അംഗീകരിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പ്രത്യേകിച്ച് സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരുപക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെറിയ ലിക്വിഡിറ്റി ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ എന്നിരുന്നാലും ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ചൈനീസ് ഡിസിഷൻ നൽകാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ച് കോപ്പറാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു കമ്മോഡിറ്റി ഡാറ്റാ സെൻറ്റർ വയറിങ്ങിലും അതുപോലെ തന്നെ കേബിൾസിലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും കോലൊക്കേഷനിൽ കുറവ് വരികയാണെങ്കിൽ ചൈനയിൽ ഇതിൻ്റെയൊക്കെ യൂസ് കുറഞ്ഞേക്കാം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി കോപ്പറിൻ്റെ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചൈനയുടെ ഫോറക്സ് റിസർവ് $3.357 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ഡിസംബർ 2025 എൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചൈനയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. 2025 ചൈനയുടെ ട്രേഡ് സർപ്ലസ് വന്നിരിക്കുന്ന $1.2 ട്രില്യൺ ആണ്. അതോടൊപ്പം തന്നെ ചൈന ഫോറക്സിൽ അവരുടെ US ട്രഷറിയുടെ ഷെയർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ US ട്രഷറി ടോട്ടൽ ഫോറക്സ് ഹോൾഡിങ്ങിൽ ചൈന ഹോൾഡ് ചെയ്യുന്നത് $682.6 ബില്യൺ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നിൽക്കുന്നത് ജപ്പാനാണ്. ഇപ്പോഴും $1.2 ട്രില്യൺ US ട്രഷറി അവരുടെ ഫോറക്സ് റിസർവിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് നിൽക്കുന്നത് UK ആണ്. $888 ബില്യൺ ട്രഷറിയാണ് UK ഫോറക്സ് റിസർവിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഡോളർ അസറ്റൊക്കെ ചൈന കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം അവർ ഗോൾഡിലും അതുപോലെ തന്നെ മറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെയാണ് കൂടുതൽ ഈ മണി ഡിപ്ലോയ് ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസുകൾ ചൈനീസ് എക്കണോമിയുടെ സ്ട്രെങ്ത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം മറ്റ് ന്യൂസ് ഫ്ലോസ് നമ്മൾ പൊതുവേ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ആഴ്ച മുതൽ പ്രത്യേകിച്ച് ജെഫ്രീസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അവരുടെ പോർട്ട്ഫോളിയോ അലോക്കേഷനിലുണ്ടായിരുന്ന 10% ബിറ്റ് കോയിൻ അലോക്കേഷൻ അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി അലോക്കേഷനൊക്കെ മാറ്റുകയാണ്. കാരണം അവർ പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിയാലിറ്റി ആയിക്കഴിഞ്ഞാൽ ക്രിപ്റ്റോഗ്രഫി അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെയൊക്കെ എൻക്രിപ്ഷൻ ഈസി ആയിട്ട് ബ്രേക്ക് ആവും. അങ്ങനെ വരുമ്പോൾ ഈ തരത്തിലുള്ള കമ്മോഡിറ്റികൾ ക്രിപ്റ്റോ കറൻസികളെയും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജീനെയൊക്കെ ബാധിച്ചേക്കാം, ബിറ്റ് കോയിനെയൊക്കെ ബാധിച്ചേക്കാം. ബിറ്റ് കോയിൻ്റെ ക്രിപ്റ്റോഗ്രഫി എൻക്രിപ്ഷൻ മാറും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികൾക്കൊന്നും തന്നെ ഒരു പക്ഷേ വാല്യൂ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. അതോടൊപ്പം തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിയാലിറ്റി ആവുകയാണെങ്കിൽ വലിയ ഒരു ഇവൻ്റ് തന്നെയാണ് ടെക്നോളജി രംഗത്തുണ്ടാവാൻ പോകുന്നത്. ധാരാളം പാസ്വേഡുകളുടെയൊക്കെ എൻക്രിപ്ഷൻ പോവും. അതുപോലെ തന്നെ ധാരാളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ബ്രേക്ക് ആവുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരത്തിലുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരുമ്പോൾ ഇത്തരത്തിലുണ്ടാവുന്ന ഡിസ്റപ്ഷനിൽ നിന്ന് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡിങ്സും അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാംസൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും ഭാവിയിൽ. അതൊരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്യൂച്ചറിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനായിട്ട് ടെക്നോളജി കമ്പനികൾക്ക് അവസരം ഒരുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ് റിയാലിറ്റി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിപ്റ്റോഗ്രഫീനെ സംബന്ധിച്ച് ക്രിപ്റ്റോ കറൻസികളെ സംബന്ധിച്ച് മോശം ഡേയ്സ് ആണ്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ജെഫ്രീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് സെൽ ഓൾ ബിറ്റ് കോയിൻസ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ് എന്നാണ് ജെഫ്രീസ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മാർച്ച് എൻഡോടുകൂടി ഗോൾഡ് പ്രൈസ് $5,000 പെർ ഔൺസ് എക്സീഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ റിസർച്ച് ഹൗസസും പോസിറ്റീവായിട്ടുള്ള ഒരു റിയാക്ഷൻ ഈ ആഴ്ചയിലും ഗോൾഡ് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് മാറി ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മേജർ റിസർച്ച് ഹൗസസ് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് അഡ്വൈസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരികയാണെങ്കിൽ അതിൻ്റേതായ ഒരു ഡിസ്റപ്ഷൻ ക്രിപ്റ്റോ കറൻസികളിലുണ്ടാവും, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ക്രിപ്റ്റോ കറൻസികളിലും ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാറുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷനുള്ളത്. അതോടൊപ്പം തന്നെ സക്കർബർഗ് അതുപോലെ തന്നെ എലോൺ മസ്ക്, സാം ആൾട്ട്മാനൊക്കെ പറയുന്നത് 2030 കൂടിയിട്ട് സ്മാർട്ട് ഫോൺസ് ഒബ്സലീറ്റ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ബ്രെയിൻ ഇംപ്ലാന്റ്സ് അതുപോലെ തന്നെ ഡിജിറ്റൽ ടാറ്റൂസ്, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഗ്ലാസസ് ഒക്കെ ആയിരിക്കാം സ്മാർട്ട് ഫോണിന് പകരം യൂസ് ചെയ്യാൻ പോകുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ആപ്പിളിൻ്റെ ടീം കുക്ക് പറഞ്ഞിരിക്കുന്നത് അവർ യാതൊരു കാരണവശാലും ഐഫോണൊന്നും ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നില്ല, മറിച്ച് ഐഫോൺ ആയിരിക്കാം ഭാവിയിൽ ഒരു ബേസ് ടെക്നോളജി പ്ലാറ്റ്ഫോം ആയിട്ട് മാറാൻ പോകുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഡിഫറെൻ്റ് ഒപ്പീനിയനാണ് ഈ രംഗത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനൊക്കെ കോസ്റ്റ് വേണ്ടി വരും. ഇത്തരത്തിലുള്ള പുതിയ റെവല്യൂഷനും അതുപോലെ തന്നെ പുതിയ ഇൻവെൻഷനൊക്കെ വരുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച്, അപ്പോൾ ലോകത്തിലെ 150 കോടി ജനങ്ങളുണ്ട്, എല്ലാവർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷൻ വരണമെങ്കിൽ കാലം കുറേ എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണുകളെല്ലാം തന്നെ 2030 കൂടിയിട്ട് ഒബ്സലീറ്റ് ആവുമെന്ന് പറയുന്നതിനോട് ടീം കുക്ക് ആപ്പിളിൻ്റെ CEO യോജിക്കുന്നില്ല. അതേസമയം മറ്റ് വലിയ ടെക്നോളജി ജയൻറ്റ് കമ്പനികളിലെ CEOs ഒക്കെ പറയുന്നത് 2030 ആകുമ്പോഴേക്കും സ്മാർട്ട് ഫോണുകൾ വാനിഷ് ചെയ്യുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് മാർക്ക് സക്കർബർഗ് അതുപോലെ തന്നെ എലോൺ മസ്ക്, സാം ആൾട്ട്മാനൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ടെക്നോളജിയുടെ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ ടെക്നോളജി ഇന്നോവേഷൻസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം AI റിലേറ്റഡ് ഇമ്പാക്റ്റുകളും പ്രതീക്ഷിക്കാം. അപ്പോൾ
ടെക്നോളജി തന്നെയാണ് നമ്മളെ ലീഡ് ചെയ്യാൻ പോകുന്നത്, ടെക്നോളജി തന്നെയാണ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ പോകുന്നത്, ടെക്നോളജി തന്നെയാണ് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെക്നോളജീനെ, പ്രത്യേകിച്ച് AI റിലേറ്റഡ് ടെക്നോളജീനെ ഒന്നും തന്നെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളെ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ റിസർച്ച് നടത്തി ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു ഡിസിഷനൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നന്നായിരിക്കുമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒപ്പം ബ്ലാക്ക് റോക്ക് ലോകത്തിലെ ഏറ്റവും വലിയ AUM, അതേ മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ്. ഈ കമ്പനിയുടെ AUM $14.04 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഗ്ലോബലി ഏറ്റവും വലിയ അസറ്റ് മാനേജറാണ്. ഇന്ത്യയിൽ അവരുടെ പാർട്ട്ണർ റിലയൻസിൻ്റെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. ബ്ലാക്ക് റോക്ക് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ 10 മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 14,000 കോടി രൂപ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസങ്ങളിലൊക്കെ ധാരാളം പുതിയ ETFകളും മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും ജിയോ ബ്ലാക്ക് റോക്ക് മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ന്യൂസ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് ലോങ് റണ്ണിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം കഴിഞ്ഞ ആഴ്ചയിൽ പുറത്ത് വന്നിട്ടുള്ള റിസൾട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള റിസൾട്ടുകളെല്ലാം നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ഡേയ്സിൽ വന്നിട്ടുള്ള റിസൾട്ടിലൊക്കെ ലേബർ കോഡ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. 2025 ലേബർ കോഡ് തീർച്ചയായിട്ടും കമ്പനികളുടെ എക്സ്പെൻസ് 2 to 4% കൂട്ടാണ്. കാരണം 2025 നവംബർ 1 വരെ ഇന്ത്യയിലെ എംപ്ലോയീസിനൊക്കെ അവരുടെ ടോട്ടൽ സാലറിയുടെ 40% മാക്സിമം DAയും അതുപോലെ തന്നെ ബേസിക് പേയും കൂടി ഉണ്ടായിരുന്ന ഷെയർ വന്നിരുന്നത്. അത് DAയും ബേസിക് പേയും കൂടിയിട്ട് ടോട്ടൽ 50% ടോട്ടൽ സാലറിയുടെ വരണം എന്നാണ് പുതിയ ലേബർ കോഡ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കഴിഞ്ഞ ക്വാർട്ടർ മുതൽ, അതായത് Q3 മുതൽ കമ്പനികൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ എക്സസ് വരുന്ന എക്സ്പെൻസ്, എക്സസ് വരുന്ന പ്രൊവിഷൻ ക്വാർട്ടർലി റിസൾട്ടിൽ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പെൻസ് ആയിട്ട് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2 to 4% Q3 റിസൾട്ടിൽ ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ടെക്നോളജി സ്റ്റോക്കുകളിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സൊമാറ്റോ പോലുള്ള കമ്പനികളിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം ഗിഗ് വർക്കേഴ്സിന് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സും കൊടുക്കണം എന്ന തരത്തിലുള്ള ഒരു നിയമം വന്നിട്ടുണ്ട് ലേബർ കോഡിൽ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ കമ്പനികളുടെ എക്സ്പെൻസ് കൂടാനായിട്ട് കാരണമാക്കും. അതുകൊണ്ട് തന്നെ അടുത്ത ക്വാർട്ടർ റിസൾട്ടുകളിലെല്ലാം തന്നെ 2 to 4% ഇത്തരത്തിലുള്ള എക്സ്പെൻസ് കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ യൂണിയൻ ബഡ്ജറ്റിൽ എന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. എന്നിരുന്നാലും ഇത് 1 ടൈം പ്രൊവിഷനിങ് ആണ്. ഈ പ്രൊവിഷനിങ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീടുള്ള ക്വാർട്ടറുകളിൽ ഇതിന് നോർമലായിട്ട് മാറുകയാണ്. എംപ്ലോയീസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 മുതൽ 4% വരെ എക്സ്പെൻസ് കൂടുകയാണ്. എന്നിരുന്നാലും ഓവറോൾ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. എംപ്ലോയീസിനെ സംബന്ധിച്ചും കോർപ്പറേറ്റുകളെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെയും അതുപോലെ തന്നെ ഈ ആഴ്ചയൊക്കെ വരാൻ പോകുന്ന IPOസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ മെയിൻ ബോർഡ് ഒരു IPO വരുന്നുണ്ട്. ഷാഡോ ഫാക്സ് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ന്യൂ ഏജ് ടെക്നോളജി റിലേറ്റഡ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് സർവീസസ് കമ്പനിയാണ്. ഈ കമ്പനി വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ക്ലയൻസ് എന്ന് പറയുന്നത് മീഷോ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, മിന്ത്രയുണ്ട്, അതുപോലെ തന്നെ സ്വിഗ്ഗി ഉണ്ട്, ബിഗ് ബാസ്ക്കറ്റ് ഉണ്ട്, സെപ്റ്റോ ഉണ്ട്, നൈക്ക ഉണ്ട്, ബ്ലിങ്കിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ധാരാളം കമ്പനികൾ ഈ കമ്പനിയുടെ ക്ലയൻസ് ആണ്. നമ്മൾ ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഹൈ പിയിലാണ് ഈ IPO വരുന്നത്. എന്നിരുന്നാലും ടെക്നോളജി റിലേറ്റഡ്, ടെക്നോളജി ലെഡ് ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. ഒരുപക്ഷെ ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് ഈ കമ്പനിയുടെ IPO വരികയാണ്. ഷാഡോ ഫാക്സ് ടെക്നോളജീസ്
ലിമിറ്റഡ് ആണ്. ഈ കമ്പനിയുടെ IPOയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂ 28.43 ബുക്ക് വാല്യൂ വരുന്നത്. അതേസമയം നമ്മൾ മറ്റ് ഫാക്ടേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പി റേഷ്യോ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 170 പി റേഷ്യോ വരുന്നത്. നമ്മൾ ഈ പി റേഷ്യോ ബ്ലൂ ഡാർട്ടിൻ്റെ അതുപോലെ തന്നെ ഡൽഹി വെറിയുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഡൽഹി വെറിയുടെ പി റേഷ്യോ അറൗണ്ട് 220 അതേസമയം ബ്ലൂ ഡാർട്ടിൻ്റെ 49 പി റേഷ്യോ വരുന്നത്. അപ്പോൾ പി റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ അഗ്രസീവ് പ്രൈസിങ് ആണ്. എന്നിരുന്നാലും ലോങ് റണ്ണിൽ ഒരു പക്ഷേ മോഡറേറ്റ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു മെയിൻ ബോർഡ് IPO ആണ് ഷാഡോ ഫാക്സ് ടെക്നോളജീസ് ലിമിറ്റഡ്. ഇനി നമ്മൾ SME സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ളൊരു IPO ഒരു ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ആയുർവേദിക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഒരു IPO ആണ്. KRM ആയുർവേദ ലിമിറ്റഡ് ആണ്. ഈ കമ്പനിയുടെ IPO നമ്മൾ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ മോഡറേറ്റ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. 135 ഇഷ്യൂ പ്രൈസ് വരുന്നത്. 1000 മാർക്കറ്റിലോട്ട് 2 ലോട്ട് അപ്ലൈ ചെയ്യണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ജനുവരി 19 ഓപ്പൺ ചെയ്ത് 21 ഈ ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നത്. NSE SME സെഗ്മെൻറ്റിലാണ് ഈ IPO വരുന്നത്. മുമ്പ് നടന്നിട്ടുള്ള NSE SME സെഗ്മെൻറ്റിലത്തെ ആയുർവേദ ഫാർമസി റിലേറ്റഡ് സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2022 IPO വന്നിരുന്നിട്ടുള്ള ഒരു കമ്പനി ഉണ്ടായിരുന്നു, ജീന സിക്കോ ലൈഫ് കെയർ ലിമിറ്റഡ്. 150 രൂപയ്ക്കാണ് IPO വന്നിരുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ ആയിരുന്നത്. 4:5 ബോണസ് ഇഷ്യൂ നൽകിയിരുന്നു. അതിനുശേഷം 2 രൂപയായിട്ട് അവർ ഫേസ് വാല്യൂ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. ഈ ബോണസ് ഇഷ്യൂ സ്പ്ലിറ്റിനൊക്കെ ശേഷം ഇപ്പോൾ കോട്ട് ചെയ്യുന്ന 716 രൂപ പെർ ഷെയറാണ്. ഹ്യൂജ് റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് കഴിഞ്ഞ 4 കൊല്ലത്തിൽ നൽകിയിട്ടുള്ളൊരു കമ്പനിയാണ് ജീന സിക്കോ ലൈഫ് കെയർ ലിമിറ്റഡ്. ഈ കമ്പനിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതേപോലൊരു വാല്യുവേഷൻ ഒന്നും തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല KRM ആയുർവേദ ലിമിറ്റഡിന്. എന്നിരുന്നാലും മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് KRM ആയുർവേദ ലിമിറ്റഡ്. NSE SME സെഗ്മെൻറ്റിലാണ് ഈ IPO വരുന്നത്. അപ്പോൾ SME സെഗ്മെൻറ്റ് IPOയിൽ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPO ആണ് KRM ആയുർവേദ ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ മറ്റൊരു IPO ഈ ആഴ്ച ഡിഫൻസ് റിലേറ്റഡ് IPO കൂടി ഓപ്പൺ ആവുന്നുണ്ട്. ജനുവരി 20 ഓപ്പൺ ചെയ്ത് 22 അവസാനിക്കുന്നത്. ഡിജി ലോജിക് ഇന്നൊവേഷൻ അല്ലെങ്കിൽ ഡിജി ലോജിക് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു IPO ആണ്. NSE SME IPO തന്നെയാണ്. 104 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അഗ്രസീവ് പ്രൈസിംഗ് ആണ്. ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്ന ഡിഫൻസ് റിലേറ്റഡ് എയറോസ്പേസ് അതുപോലെ തന്നെ മറ്റ് ഡ്രോൺ റിലേറ്റഡ് സർവീസസ് ഒക്കെയാണ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ കിട്ടിയേക്കാം. പക്ഷേ പ്രൈസ് നോക്കുകയാണെങ്കിൽ അഗ്രസീവാണ്. ഇൻവെസ്റ്റേഴ്സിന് തങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് സ്വയം ഡിസിഷൻ എടുത്തുകൊണ്ട് ഈ IPOയിൽ അപ്ലൈ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ വലിയൊരു ഓർഡറാണ് നൈജീരിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഡാങ്കോട്ടെ ഗ്രൂപ്പ് റിഫൈനറി പ്രൊജക്റ്റിലത്തെ ഒരു ഓർഡറാണ്. 3170 കോടി രൂപയുടെ ഓർഡറാണ്. എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലെവലിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 188 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് ഉള്ളത്. 5 രൂപയാണ് ഫേസ് വാല്യൂ. 51.32% ഹോൾഡ് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആണ്. 281.02 crore ഇക്വിറ്റി ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ. പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ 20 PE മാത്രമേ ഉള്ളൂ ഈ കമ്പനിയെ സംബന്ധിച്ച്. ഒരു PSU ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. റിഫൈനറി രംഗത്ത് ധാരാളം ഓർഡേഴ്സ് ഉള്ളൊരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ ഈ കമ്പനി ഒരു പക്ഷേ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഈ ആഴ്ചയിൽ നടത്താനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ CG പവറിന് 900 കോടി രൂപയുടെ പവർ ട്രാൻസ്ഫോമേഴ്സ് സപ്ലൈ ചെയ്യാനായിട്ട് അമേരിക്കയിൽ നിന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ധാരാളം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ റിലേറ്റഡ് ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ഓർഡറാണ് ഇപ്പോൾ ഈ കമ്പനിക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ CG പവറിനെ സംബന്ധിച്ച് ഈ ഓർഡർ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാനാണ് ചാൻസസ് കൂടുതൽ.
അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലെ Q3 റിസൾട്ട് സീസണാണ് ഇന്ത്യയിൽ. അതുപോലെ തന്നെ അമേരിക്കയിൽ Q4 റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ബാങ്കുകളുടെ റിസൾട്ടുകളൊക്കെ വന്നിരുന്നു. ഈ ബാങ്കുകളുടെ റിസൾട്ടുകൾ ഒരു മിക്സഡ് റിയാക്ഷനാണ്. പല ബാങ്കുകളുടെ റിസൾട്ടുകളും ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതേസമയം ഗോൾഡ്മാൻ സാക്സ്, മോർഗൻ സ്റ്റാൻലി പോലുള്ള ബാങ്കുകളുടെയൊക്കെ റിസൾട്ടുകൾ വന്നിരുന്നു ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ച കാറ്റർപില്ലർ, അതുപോലെ തന്നെ അപ്ലൈഡ് മെറ്റീരിയൽസ്, സാൻഡിസ്ക്, എനാൻഡ് ഫ്ലാഷ് മെമ്മറി ചിപ്പുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സർക്യൂട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് സാൻഡിസ്ക്. 1 ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1050% 1 ഇയർ പെർഫോമൻസ് റിട്ടേൺ വന്നിരിക്കുന്നത്. $28.27 പെർ ഷെയറിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പോൾ $432 പെർ ഷെയറിലേക്കാണ് ഈ സ്റ്റോക്ക് ഉയർന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെമ്മറി സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ സാൻഡിസ്കും ഒക്കെ കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൈവാനീസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി കഴിഞ്ഞ ആഴ്ച Q4 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. ഈ റിസൾട്ട് മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ക്യാപെക്സ് കൂട്ടാണ്, ഗൈഡൻസും ബെറ്റർ ആയിരുന്നു. ഇതൊക്കെയാണ് റിസൾട്ട് റിലേറ്റഡ് വിശേഷങ്ങൾ. ഇനി ഇന്ത്യയിൽ നമ്മൾ വെള്ളിയാഴ്ച ട്രേഡിങ്ങിന് ശേഷം ശനിയാഴ്ചയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പൊതുവെ വന്നിട്ടുള്ള ബാങ്കിങ് റിസൾട്ടുകൾ ICICI ബാങ്ക് ഒഴികെ മറ്റെല്ലാ റിസൾട്ടുകളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. 1 ടൈം ലേബർ കോഡ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് പോലും മറ്റുള്ള ബാങ്കുകളെല്ലാം നല്ല റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് HDFC ബാങ്ക്, അതുപോലെ തന്നെ യെസ് ബാങ്ക് ഫാബുലസ് റിസൾട്ടാണ് യെസ് ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് PSU ബാങ്കുകൾ, റിലയൻസിൻ്റെ റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഒപ്പം നെറ്റ് വെബ് റിലേറ്റഡ് അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ സെർവേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി നെറ്റ് വെബിൻ്റെ റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അപ്പോൾ ഈ കമ്പനികളൊക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഈ ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ Q3 റിസൾട്ടുകൾ, അമേരിക്കയിലെ Q4 റിസൾട്ടുകൾ, ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, വീണ്ടും ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള അലഗേഷൻസ് ഒക്കെയാണ് ഇറാനിയൻ പ്രസിഡന്റ് ട്രംപിനെതിരെ പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ഒരു തെമ്മാടിയാണ് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഇന്നലെ ഇറാനിയൻ പ്രസിഡന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിലൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായേക്കാം. ഇമ്മിനൻ്റ് ആയിട്ടൊരു ഇറാൻ അറ്റാക്ക് ചെയ്യാനുള്ള ഡിസിഷനൊക്കെ വരികയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ഗോൾഡ് പ്രൈസിലും സിൽവർ പ്രൈസിലൊക്കെ അതിൻ്റേതായ ഒരു പോസിറ്റീവ് റിയാക്ഷനൊക്കെ കണ്ടേക്കാം. അപ്പോൾ ഈ ആഴ്ചയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വളാട്ടിലിറ്റിയും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളാവുകയാണെങ്കിൽ കമോഡിറ്റി പ്രൈസസിലൊക്കെ വലിയ രീതിയിലൊരു മുന്നേറ്റം തന്നെയാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് നമുക്ക് ഈ ആഴ്ചയും മാർക്കറ്റിൽ ആക്ട് ചെയ്യണം. കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഏത് ദിശയിലേക്കാണ് ഫ്ലെയർ അപ്പ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം തന്നെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാത് ലീഡേഴ്സിൻ്റെ ആക്ഷൻസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ അമേരിക്ക നീട്ടിവെച്ചിരിക്കുന്ന സുപ്രീം കോടതി വെർഡിക്റ്റ്, അതായത് ട്രംപിന് ഇത്തരത്തിൽ എക്സസ് താരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അമേരിക്കയിൽ സുപ്രീം കോടതിയാണ് നിശ്ചയിക്കാൻ പോകുന്നത്. ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന 12 സ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ 1000-ലധികം കമ്പനികൾ ട്രംപിന് ഇത്തരത്തിലുള്ള പവർ ഇല്ല എന്ന തരത്തിലുള്ളൊരു അപ്പീലാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി അവരുടെ ഡിസിഷൻ നീട്ടിവെച്ചിരിക്കുകയാണ്. ഈ ഡിസിഷൻ വരെയാണ് ട്രംപിന് ഇത്തരത്തിൽ എക്സസ് താരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള പവർ ഇല്ല എന്നുള്ളൊരു ഡിസിഷനാണ് സുപ്രീം കോടതിയിലെ വെർഡിക്റ്റാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിച്ചേക്കാം. അതേസമയം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളായി അമേരിക്കയും ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനും റഷ്യയും ഉക്രൈനും അതുപോലെ തന്നെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഒരു പക്ഷേ ഒരു വാഗ്വാദത്തിലോ അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. കാരണം അമേരിക്ക ഗ്രീൻലാൻഡിനെ അക്വയറിയും അല്ലെങ്കിൽ ഇൻവേഡ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ യൂണിയനൊക്കെ ഒപ്പോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ഗ്ലോബലി ഉണ്ട്. അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ ഗ്ലോബൽ മാർക്കറ്റിലും അതിൻ്റെ ഒരു മൈനർ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റ്
മാർക്കറ്റിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം നമ്മളെ സംബന്ധിച്ച് Q3 റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഒപ്പം ഫെബ്രുവരി 1 വരാൻ പോകുന്ന നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ്, ഈ 3 ഇവൻറ്റുകൾ തന്നെയാണ് മുന്നിലുള്ളത്. അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ വൊളാറ്റിലിറ്റി വന്നേക്കാം. Q3 റിസൾട്ടുകളിൽ ലേബർ കോഡിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. പക്ഷേ ഈ ഇമ്പാക്റ്റ് ഒക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മാർക്കറ്റ്. ഇനി ഒരു നോർമൽ പ്രൊസീജിയറായിട്ട് മാറുകയാണ്. എന്നിരുന്നാലും ഒരു കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. ധാരാളം IPOs പുതിയതൊക്കെ വരും. അതുപോലെ തന്നെ Q3 റിസൾട്ടുകൾ, നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ നല്ല പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളിലൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ്. പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസിയിൽ നിന്ന് മാറി ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫണ്ട് മാനേജേഴ്സൊക്കെ അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഗോൾഡ് പ്രൈസിൽ വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. ഒപ്പം സിൽവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയേക്കാം. അതേസമയം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ധാരാളം ഉണ്ട്. ചിക്കാഗോ മാർക്കറ്റിൽ എക്സ്ചേഞ്ച് 100 ounce ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒപ്പം ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ ലോൺ എഗൻസ്റ്റ് സിൽവറും കൂടി വരികയാണ്. അപ്പോൾ ഒരു ഡിപ്പ് ബൈയിങ് ഒക്കെ സിൽവറിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സിൽവറിലും ഗോൾഡിലും നമുക്ക് വീണ്ടും ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. സിൽവറിൻ്റെ കാര്യത്തിൽ മുന്നേറ്റം പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ഒരു വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.